أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള ഷർഹ് റാത്തീബുൽ ഹദ്ദാദ് ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഹദ്ദാദ് ഷർഹ് റാത്തീബിന്റെ ക്ലാസ് 26 അതിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിക്റുകളും അതിന്റെ സദസ്സുകളൊക്കെ അറിയുന്നതിന് മുമ്പും അതിന്റെ ശ്രേഷ്ഠതകൾ അറിയുന്നതിന് അത്യാവശ്യമായ ചില കാര്യങ്ങളാണല്ലോ പ്രതിപാദിച്ചു വരുന്നത്. അതിൽപ്പെട്ട ബാക്കി കാര്യങ്ങളും തുടരുകയാണ്. വഖാല ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു തആല പറയുന്നു, മൻ അറാദ ത്വരീഖനാ ഹാദാ, നമ്മുടെ ഈ വഴി ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് വേണം? ഫൽ യുവത്തിൻ നഫ്സുഹു അലാ അർബഅത്തി അൽവാനി മിനൽ മൗത്ത്, മരണത്തിന് മഹാനവരുടെ വീക്ഷണത്തിൽ 4 വർണ്ണമുണ്ട്. ആ 4 വർണ്ണത്തിന്റെ മേൽ തന്റെ സ്വന്തം ശരീരത്തെ അവൻ സ്ഥിരമായി താമസിപ്പിക്കട്ടെ. എന്നെങ്കിലേ നമ്മുടെ ഈ മാർഗം സ്വീകരിച്ചു വരാൻ കഴിയും. ആരാ പറയുന്നത്? ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ സഖീഖുൽ ബൽഖിയുടെ അടുക്കൽ 30 കൊല്ലക്കാലത്തോളം പഠിച്ച മഹാനാ. ഒരിക്കൽ സഖീഖുൽ ബൽഖ തങ്ങൾ ശിഷ്യന്മാരോട് ചോദിച്ചു. കൂട്ടത്തിൽ ഹാത്തിമുൽ അസ്വം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, താൻ നിന്റെ കൂടെ കൂടിയിട്ട് എത്രയായി? ഞാൻ അങ്ങയുടെ കൂടെ കൂടിയിട്ട് 30 വർഷമായി. ഈ 30 വർഷത്തിൽ നീ എന്ത് നേടി, എന്ത് പഠിച്ചു? 8 ഫലം ഞാൻ നേടിയിട്ടുണ്ട് എന്ന. 8 ഫലം നേടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആദ്യമായി ഉസ്താദ് അത്ഭുതപ്പെടുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് പറഞ്ഞു, ആ 8 ഫായിദ ഒന്ന് പറയൂ എന്ന്. അവസാനം ഉസ്താദ് ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു പഠിച്ചതെന്താണെന്നും ആ 8 ഫായിദയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമെന്നും ഉസ്താദിന് പോലും ബോധ്യമായി. ഉസ്താദ് ആ ശിഷ്യനെ പ്രശംസിച്ചു. അങ്ങനത്തെ ശിഷ്യനാണ് ഈ ഹാത്തിമുൽ അസ്വം. ഔലിയാക്കളെ കൂട്ടത്തിൽപ്പെട്ട മഹാനാ. ഈ മഹാനാ പറയുന്നത്, അദ്ദേഹത്തിന്റെ വീക്ഷണപ്രകാരം മരണത്തിന് 4 വർണ്ണമുണ്ട്. മൗത്തുൻ അബിയദു, വെളുത്ത മരണം. അങ്ങനെ മരണമുണ്ട്. നമുക്ക് നോക്കിയാലൊന്നും മനസ്സിലാവുകയില്ല. അതൊക്കെ ഹഖീഖത്തിന്റെ കണ്ണ് വേണം, അവർക്ക് തിരിയുള്ളൂ. നമ്മൾക്ക് എന്താ മരണത്തിന് കളറ്? വെളുത്ത മരണം. ഒഹുവൽ ജൂഅ്, അത് വിശപ്പ. അപ്പൊ മനുഷ്യന് വിശപ്പുണ്ടായിരിക്കണം. ഇതാണ് വെളുത്ത മരണം. വമൗത്തുൻ അഹ്മറു, മറ്റൊന്ന് ചുമന്ന മരണം, ചുവപ്പുള്ള മരണം. ഒഹുവ മുജാഹത്തുൻ നഫ്സി, സ്വശരീരത്തോട് സമരം ചെയ്യുക, അതാണ് ചുമന്ന മരണം. വമൗത്തുൻ അഖ്ളറു, പിന്നെ ഒന്നുള്ളത് പച്ച നിറമുള്ള മരണം. വഹുവ തുർഹുർരിഖായി ബഅദിഹാ അലാ ബഅദ്, അത് കഷ്ണങ്ങൾ ഉണ്ടാവില്ല, കഷ്ണം വെച്ചതൊക്കെ, അത് ബഅദ് തമ്മിലിടുക, ഒഴിവാക്കുക എന്നതാണ്. അത് ബഅദിന്റെ മേൽ ഒഴിവാക്കി ഇടുക, ഇങ്ങനെയുള്ളതുണ്ട്. അപ്പൊ അതിന്റെ സുഖങ്ങള്, വസ്ത്രധാരണയുള്ള സുഖങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും എന്നാണ് അതിന് മനസ്സിലാവുന്നത്. വ മൗത്തുൻ അസ്വദു, മറ്റൊന്ന് കറുത്ത മരണം. ഓഹ്തിമാൽ അതാ മിനൽ ഖൽഖി, സൃഷ്ടികളിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ വരും. ആ ഉപദ്രവങ്ങളെല്ലാം സഹിക്കാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള വിശപ്പും സ്വന്തം ശരീരത്തിനോടുള്ള സമരവും അതുപോലെ വസ്ത്രത്തിൽ താന്ന വസ്ത്രങ്ങളും വിഷമങ്ങളുമെല്ലാം സഹിക്കുക, ഇങ്ങനെ 4 വിധത്തിലുള്ള വർണ്ണ മരണം ഇത് അനുഭവിക്കണം. ഇതാണ് വേണ്ടത്. ഇങ്ങനെ വരുമ്പോഴേ നമ്മുടെ ഈ ത്വരീഖത്ത് ശരിയാവുകയുള്ളൂ എന്ന് ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു ഹഖീഖത്തിന്റെ കണ്ണുകൊണ്ട് മനസ്സിലാക്കി പറയുന്നു. ഔ കമാ ഖാൽ, അല്ലെങ്കിൽ മഹാൻ പറഞ്ഞതുപോലെ എന്ന് പറയും. വഖാൽ ജുനൈദ് റഹിമഹുല്ലാഹ്, ജുനൈദ് റഹിമഹുല്ലാഹ് പറയുന്നു, മഹാനവറുകൾ സൂഫിയാക്കളുടെ നേതാവാ. എന്താ മഹാൻ പറയുന്നത്? ലാ യസ്ലഹു തരീഖുനാ ഹാദാ ഇല്ലാ ലി അഖ്വാമിൻ കുനിസത്ത് ബി അർവാഹിമുൽ മസാബിലു എന്നാ.
നമ്മുടെ ഈ ത്വരീഖത്ത് അഥവാ ആഖിറത്തിലേക്കുള്ള വഴിയാണല്ലോ നമ്മുടെ ഈ ത്വരീഖത്ത്. അതാണല്ലോ അവരൊക്കെ ചെയ്തത്. പ്രപഞ്ചത്യാഗിയായി പ്രപഞ്ച സുഖങ്ങൾ വെടിഞ്ഞ് ആഖിറത്തിലേക്കുള്ള ചിന്തയുമായി അള്ളാഹുവിനെ മാത്രം മനസ്സിലൂടെ ധ്യാനിച്ച് നടന്നവർ. ആ ത്വരീഖത്ത് ശരിയാവണം. ആർക്ക് ശരിയാവുള്ളൂ? എല്ലാവർക്കും പറ്റൂല. അത് ചില വിഭാഗങ്ങൾക്കേ പറ്റുകയുള്ളൂ. എന്താണ് ആ വിഭാഗം ചെയ്തത്? അവരുടെ പരിശുദ്ധാത്മാക്കളെ കൊണ്ട് ആ ഹൃദയത്തിലുള്ള സർവ്വ അഴുക്കുകളെയും നീക്കം ചെയ്യപ്പെട്ടു. ഒരഴുക്കും അവിടെ ഹൃദയത്തിലില്ല. അതൊക്കെ നീക്കം ചെയ്യപ്പെട്ടവരാണ് അവർ. അതെന്തിനാൽ? നോക്ക, എന്തൊക്കെയാണ് ആ അഴുക്കുകൾ നീക്കിയിട്ട് മനസ്സിലുണ്ടാവേണ്ടത്? മിൻ തദല്ലുലിഹിം ലില്ലാഹ്, അവർ അള്ളാഹുവിനോട് വിനയാനിതനാവുക. താഴ്മ തവാളിഹിം ഇബാദത്തിഹി, അള്ളാഹു തആലക്കുള്ള ഇബാദത്തിൽ താഴ്മ രേഖപ്പെടുത്തുക. വഖുശൂഇഹും വഖുളൂഇഹിം ലിഅളമത്തിഹി, അള്ളാഹു തആലാന്റെ ദാത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ അള്ളാഹുവിന്റെ അളമത്തിന് വേണ്ടിയുള്ള പേടിയും ഭക്തിയും ഉണ്ടാവുക. ഇങ്ങനെയായിരിക്കണം അവരുടെ മനസ്സിന്റെ അകത്തളത്തിലുള്ളത്. ഇതാ നേടിയെടുക്കേണ്ടത്. ഇത്തരം നേടിയെടുത്തവർ ആരോ അവർക്ക് ഈ റൂട്ട് ശരിയാവുകയുള്ളൂ എന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു. വഅലം, സഹോദരാ, നീ അറിയേ, അന്ന സ്വാദിഖീന മിൻ അഹ്ലി ഹാദ ത്വരീഖി ഖദ് ഖല്ലു വഅസ്സു ഹത്താ സ്വാറു അഅസ്സ മിനൽ കിബീരത്തിൽ അഹ്മാർ. സാരിക പറയുകയാണ്, ഈ പറഞ്ഞ ത്വരീഖത്തിന്റെ കൂട്ടക്കാരിൽ സത്യന്മാരായ ആളുകൾ വളരെ കുറഞ്ഞുപോയി. എത്രത്തോളം കുറഞ്ഞുപോയെന്ന് വെച്ചാൽ, ചുമന്നതായ ഗന്ധകം കിട്ടാനില്ലല്ലോ, അതിനേക്കാൾ വളരെ കുറവിലാണ് ഈ ത്വരീഖത്തിലുള്ള മഹാരഥന്മാർ. ഹത്താ ഖാല ബഅദുൽ മുഹഖഖീന ബിഫഖ്ദിഹിം വഖുലൂവിൽ അർളി മിൻഹും. എത്രത്തോളം എന്ന് വെച്ചാൽ, മഹാരഥന്മാരായ ദൃഢനിശ്ചയമുള്ള തഹഖീഖിന്റെ ചില പണ്ഡിതർ പറഞ്ഞു, ഇവർ ഭൂമി ലോകത്ത് തന്നെ ഇല്ല, തീരെ ഇവർ ഇല്ല, ഭൂമി കാലിയായി കിടക്കുകയാണ് ഇത്തരം ആളുകളെ തൊട്ട് എന്നുവരെ പറയേണ്ടതിലേക്ക് അത്രയും വീര്യത്തിനും കുറവിലുമാണ് ഇങ്ങനെയുള്ള മഹാരഥന്മാർ എന്ന്. വഫീ കലാമിഹി നദറുൻ, എങ്കിൽ ഈ ബഅദ് പറഞ്ഞ ഈ സംസാരത്തിൽ കലാമിനൊന്ന് ആലോചിക്കാറുണ്ട്. വഖദ് യുഗബ്ബറു അമ്മാ ഖല്ല വഅസ്സ വുജൂദുഹു ബിൽ മഫ്ഖൂദി എന്നാ. ചിലപ്പോൾ ഇല്ല എന്നതുകൊണ്ട് പറയലപ്പളാ അത് ഉണ്ടാവൽ കുറവാവുകയും വീര്യമാവുകയും ചെയ്യുമ്പോൾ ഇല്ല എന്നൊരു പദം ഉപയോഗിക്കാമല്ലോ. ആ നിലക്കും ഇബാറത്തിട്ട് പറയപ്പെടും. ചിലപ്പോൾ തീരെയില്ല എന്നതല്ല, ഉണ്ട്, പക്ഷേ വളരെ കുറവാണ്. വളരെ കുറവായിരിക്കുമ്പോൾ ഇല്ല എന്ന് പറയാലോ. ആ അടിസ്ഥാനത്തിൽ പറയാം. വൽ അർളു ലാ തഖ്ലു അൻ ഖായിമിൻ ലില്ലാഹി ബിഹുജജിഹി, അല്ലാഹു തആലാനെ മനസ്സിലാക്കുവാനുള്ള ലക്ഷ്യങ്ങളുമായി അള്ളാഹ്ക്ക് വേണ്ടി നിലനിന്നു പോരുന്ന പണ്ഡിതന്മാർ, അത്തരം ഉഖ്റവിയായ ആളുകൾ ഉണ്ടാകും. ഇവിടെ കുറവാണെങ്കിലും അത്തരം ആളുകളെ തൊട്ട് ഈ പ്രപഞ്ചം ഒഴിവാവുകയില്ല. ഈ പ്രപഞ്ചത്തിൽ അതുണ്ടാകും. അത് വെറുതെ പറയുകയല്ലോ. ഇല്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഹദീസ് കളവാകും. അത് വരാൻ പാടില്ല. അപ്പൊ എന്താ ഇവിടെ ഉള്ളത്? ഉണ്ട് ഭൂമിയിൽ. അത് കുറവായിക്കോട്ടെ, ആളില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. വഫിൽ ഹദീസി, റസൂലുള്ളാഹിന്റെ തിരുമൊഴി നമ്മൾ നോക്കുക, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ നാവഅഹും എന്ന് കാണാം. എന്താ പറഞ്ഞത്? എന്റെ ഈ സമുദായത്തിൽ നിന്നൊരു വിഭാഗമായി കൊണ്ടേയിരിക്കും. ളാഹിരീന അലൽ ഹഖ്, സത്യത്തിന്റെ മേൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ത്വായിഫത്തുൻ കുറവല്ലേ? ത്വായിഫത്തുൻ എന്നാ പറഞ്ഞത്. ബഹുഭൂരിഭാഗം എന്നതിനർത്ഥമില്ല, കുറഞ്ഞ വിഭാഗം എന്നതിന്റെ അർത്ഥമുള്ളൂ. അപ്പൊ ഹക്കിന്റെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ എന്റെ സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ലാ യദുർറുഹും മൻ നാവഅഹും, അവരെ ആര് കൈവടിഞ്ഞാലും ആര് നിസ്സാരപ്പെടുത്തിയാലും അവരെ ശ്രദ്ധിച്ചാലും അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവർ ആ സത്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ ഉണ്ടാവൽ ഏതുവരെ ഉണ്ടാകും? ഹത്താ യഅ്തിയ അംറുല്ലാഹി വഹും അലാ ദാലിക, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ ഉണ്ടാകും. അള്ളാഹിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ ലോകാവസാനം. ഈ ലോകാവസാനം വരെ ഈ വിഭാഗം ഇവിടെ ഉണ്ട്.
മലാദാനിക്ക അവർ സത്യത്തിന്റെ മേൽ തന്നെയാണ്. അപ്പൊ സത്യക്കാരായി ഇവിടെ ആള് ഭൂമി ലോകത്ത് അവസാന കാലം വരെ ഉണ്ട്. അപ്പൊ തീരെ ഇല്ല എന്ന് പറയുന്നത് യോജിച്ചതല്ല. അപ്പൊ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, വളരെ കുറവാണ്, വളരെ വീര്യമാണ് എന്നൊക്കെ പറയാം. വഫിൽ ഹദീസിൽ ആഖർ, മറ്റൊരു ഹദീസിൽ കാണാം എന്ത്, ലയജിദന്ന ബിനു മറിയമ റിജാലൻ മിൻ ഉമ്മത്തി ഹും മിസ്ലു ഹവാരിയിഹി ഔ ഖൈറും മിൻഹും എന്ന് കാണാം. നിശ്ചയം മറിയമിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ഈസ നബി അലൈഹിസ്സലാം ഇവിടെ വരുമല്ലോ. ഇവിടെ ഇറങ്ങി വരുമ്പോൾ എന്റെ സമുദായത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകളെ എത്തിക്കും. ഹും അവർ മിസ്ലു ഹവാരിയിഹി, ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതകാലത്ത് ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ സഹായികളായി ജീവിച്ച മഹാരഥന്മാരുണ്ട്, അവരെ പോലെയായിരിക്കും ഇവർ. അല്ല ഔ ഖൈറും മിൻഹും, അവരെക്കാൾ ഉത്തമന്മാരായിരിക്കും എന്റെ സമുദായത്തിൽ എത്തിക്കുന്നവർ എന്ന് ഹബീബ നബി തങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നല്ലവർ ഈ ഭൂമിയിൽ കുറവാണെങ്കിലും അവസാന കാലം വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ നബിന്റെ ഹദീസിൽ കാണാം. അല്ലെങ്കിൽ നമുക്ക് വിനയത്തോടുകൂടി സത്യം ബോധ്യപ്പെടണല്ലോ, അതിന്റെ പേരിൽ വിനയമായിട്ട് പറയാം. ഔ കമാ ഖാല അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ എന്ന് പറയാം. വലാകിന്നഹും യഖില്ലൂന വയസ്തതിറൂന ഇൻദ ഫസാദിൽ സമാൻ വഉമൂമിൽ ഫിതനി വഗലബത്തുൽ ഗഫലതി വൽഇറാദി അനില്ലാഹ്. ഇങ്ങനെയൊക്കെ ഉണ്ട് ഭൂമിയിൽ എന്ന് പറയുകയാണ്. എങ്കിലും നമുക്ക് ഇങ്ങനെ പറയാം, ഭൂമി ഒഴിവല്ല, ഇത്തരം ആളുകളെ തൊട്ട് ഹക്കിന്റെ അഹ്ലുകാർ ഇവിടെ ഉണ്ട്, കുറവാണെങ്കിലും അത് അവസാനം വരെയുണ്ടെന്ന് ഹദീസ് കൊണ്ട് വെളിപ്പെടുമ്പോൾ പിന്നെ എന്താ ഇവിടെ സംഭവം? ഇനി നമുക്കതിനെ കുറിച്ച് പറയാനുള്ളത്, ഈ ഹക്കിന്റെ അഹ്ലുകാർ വളരെ കുറവായിരിക്കും, അവർ മറഞ്ഞു നിൽക്കും. കാലം ഫസാദാകുന്ന സമയത്ത് സത്യം വെളിപ്പെടുത്തുവാൻ പറ്റാത്ത കാലം, വളരെ ദുഷിച്ച കാലം, മാത്രമല്ല നാശങ്ങളാകെ ലോകത്ത് വ്യാപകമായി. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളോ ഒന്നുമില്ല. അള്ളാഹുവിനെ തൊട്ടുള്ളതായി തിരിഞ്ഞുകളയലും അതുപോലെ അശ്രദ്ധതയും കൂടി വന്നു. അള്ളാഹ് എന്നുള്ള ചിന്തയിലേക്കോ ആഖിറത്തിനെ കുറിച്ചുള്ള ആലോചന ഒന്നും ഇവിടെയില്ല. ഇങ്ങനെ അധികരിച്ചു വരുന്ന സമയത്ത്, നാശങ്ങൾ വിതറുന്ന സമയം, കാലം വസാദാകുന്ന സമയത്ത് ഇത്തരം ഹക്കിന്റെ അഹ്ലുകാർ കുറവായിരിക്കും. അവർ മറഞ്ഞു ജീവിക്കും, അവരുടെ ഹക്കുമായി വെളിപ്പെടാൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ തന്നെ ഇത്തരം ആളുകൾ താമസിക്കുന്നതോടൊപ്പം ജനങ്ങളുമായി അവർ കൂട്ടുകൂടുകയില്ല, വെടിഞ്ഞു ജീവിക്കുന്നവരും ആ സത്യത്തിന്റെ കൂട്ടക്കാരിലുണ്ട്. വല്ല തൊഴിലും ചെയ്തുകൊണ്ട് ഇത്തരം ആളുകളെ തൊട്ട് മറഞ്ഞു നിൽക്കുന്നവരും ഈ വിഭാഗത്തിലുണ്ട്. മൂന്നാമത്തൊരു വിഭാഗം ഇവിടെയുണ്ട്. ഈ കൂട്ടത്തിൽപ്പെട്ടവർ ഹക്കിന്റെ അയലുകാർ. അതെങ്ങനെയാ? ആരാരും താമസിക്കാത്ത കരകളിലേക്കോ ഒഴിഞ്ഞ മരുഭൂമിയിലേക്കോ അള്ളാഹുവിലേക്ക് അവന്റെ ദീനും കൊണ്ട് അവർ ഓടിപ്പോവുകയാണ്. ഫിത്നയെ തൊട്ടും ഫിത്നയാക്കപ്പെട്ട ആളുകളെ തൊട്ടുമെല്ലാം ഒഴിഞ്ഞു സൂക്ഷിക്കുവാൻ വേണ്ടി, അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കുവാൻ വേണ്ടി അദ്ദേഹം ദീൻ മുറുകെ പിടിച്ച് അള്ളാഹുവിലേക്ക് ഓടിപ്പോവുകയാണ്. ഒഴിഞ്ഞതായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. അല്ലെങ്കിൽ ജനങ്ങൾ താമസിക്കാത്ത മറ്റു കരകളിലേക്ക് അവർ പോവുകയാണ്. ഇങ്ങനെയുള്ള വിഭാഗവും ഈ സത്യത്തിന്റെ കൂട്ടക്കാരിലുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ ലോകത്ത് ഈ മഹാരഥന്മാരുടെ ജീവിതം. അവരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് പറയുമ്പോൾ ഇന്നത്തെ ലോകം എത്രയോ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. സത്യം പറയുന്ന ആളുകളെ ആർക്കിന്ന് വേണ്ടല്ലോ. അപ്പോൾ സത്യം വെട്ടിത്തുറന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ആളുകളില്ല, നാശം വിതറാനേ ആളുകളുള്ളൂ, കളിയാക്കാനേ ആളുകളുള്ളൂ. അത് വിചാരിച്ച് സത്യത്തിന്റെ അഖിലുകാർ ഒളിഞ്ഞു നിൽക്കുകയാണ്, മറഞ്ഞു നിൽക്കുകയാണ് എന്നർത്ഥം. ഖാല ബഅദുൽ ആരിഫീന, ആരിഫീകളിൽപ്പെട്ട ചിലർ പറയുന്നു, ഇന്നമാ ഖറജ അഹ്ലുൽ ഹഖി മിൻ ബൈനി അദ്ഹുരിൻ നാസി ഇലൽ ഖിഫാർ വൽ ബറാരീന. സത്യത്തിന്റെ അഖിലുകാര് ജനങ്ങൾക്ക് ഇടയിൽ നിന്ന് പുറത്തു പോകുന്നു. എവിടേക്ക്? ഇലൽ ഖിഫാർ, ആരാരുമില്ലാത്ത മരുഭൂമിയിലേക്ക്.
വൽ ബരാരി മറ്റു ജനങ്ങളാരും താമസിക്കാത്ത കരകളിലേക്ക്. എന്തിനാ അവരിങ്ങനെ പുറപ്പെട്ട് പോകുന്നത് നാടും വിട്ട്? ലിഅന്നഹും ലാ യുതീഖൂന അൻ-നളറ ഇലാ ഉലമാഇ സൂഅ്. ഇവിടെ നാശകാരികളായ പണ്ഡിതന്മാരാണ് ഇവിടെ ഉള്ളത്. അവരുടെ മുഖത്തേക്ക് നോക്കുവാനോ അവരെ കാണുവാനോ അവർക്ക് കഴിയുന്നില്ല. അവിടെ ഹഖീഖത്തിന്റെ കണ്ണ് അനുവദിക്കുന്നില്ല. അവിടെ ശരീരം അതിന് പറ്റുന്നില്ല. അവിടെ ജീവിതം അതിനനുയോജ്യമല്ല. അതുകൊണ്ട് ദുഷിച്ചതായ പണ്ഡിതന്മാരെയും വിട്ടവർ ഒഴിഞ്ഞു പോവുകയാണ്. ആരാ ദുഷിച്ച പണ്ഡിതന്മാർ? അല്ലദീനഹും ഉലമാഉ ഇൻദ അൻഫുസിഹിം. പണ്ഡിതന്മാർ ആരാ ദുഷിച്ചവർ എന്നറിയോ? അവർ സ്വയം പണ്ഡിതന്മാരായി ചമയുക. ഞങ്ങളാണ് ഏറ്റവും നല്ല പണ്ഡിതന്മാർ, മറ്റുള്ളവർ മോശക്കാർ. ഇങ്ങനെ സ്വയം പണ്ഡിതന്മാരായി ചമയുന്നവർ. വജുഹാറുൻ ഇൻദ അഹ്ലില്ലാഹി മിൻ റിജാലിൽ ഹഖ്. ഹക്കിന്റെ അഹ്ലുകാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളായ അള്ളാഹുവിന്റെ വഹ്റബിയായ പണ്ഡിതന്മാർ ഇത്തരം ആളുകളിൽ നിന്ന് ഹക്കിന്റെ അഹ്ലുകാർ, ഈ അഹ്ലുകാരുടെ അടുക്കൽ ഇത്തരം പണ്ഡിതന്മാർ വേഷം കെട്ടി കോലം കെട്ടി നടക്കുക എന്നല്ലാതെ വിഡ്ഢികളാണ് അവർ. ഇവരാണ് ഉലമാ സൂ. ഈ ഉലമാ സൂയിലേക്ക് നോക്കാൻ യാതൊരു കഴിവും അവർക്ക് ഇല്ല, അവർക്കതിന് കഴിയുന്നില്ല. അപ്പൊ അത് കാണണ്ട എന്ന് വിചാരിച്ച് അത്തരം ആളുകളുമായി വസിക്കുന്ന ഈ പ്രദേശത്തിൽ നിന്ന് നല്ലൊരു നാടും തേടി ശല്യമില്ലാത്തൊരു നാട്ടിലേക്ക് പോയി അള്ളാഹ്ക്ക് ഇബാദത്തുമായി കഴിഞ്ഞുകൂടുകയാണ്. അത് തന്നെയാണ് ഈ ലോകം ഇന്ന് അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. സത്യക്കാരെ കിട്ടാറില്ല. അഥവാ ആരെയും സത്യം പറഞ്ഞാൽ ഓലെ കൊച്ചാക്കാനും കളിയാക്കാനും ഒക്കെ ഉള്ളത് ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. അത്തരം ഹക്കിന്റെ അഹ്ലുകാരുടെ കണ്ണിൽ ഈ പറയപ്പെടുന്ന പണ്ഡിതന്മാരൊക്കെ ദുഷിച്ചവരാണ്. അതുകൊണ്ട് അവർ ഒഴിഞ്ഞു പോകുന്നത്. ആ ഉഹ്റവിയായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അവരുടെ സഹായത്തോടുകൂടെ ജീവിക്കുവാനും അവരോടൊപ്പം ജന്നാത്തിൽ ഫിർദൗസിൽ ചേരുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ഇടയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതല്ലേ നമുക്ക് ലക്ഷ്യം. ഷറഹിന്റെ മുസന്നിഫ് വിശദീകരിക്കുന്നതും അതാണ്. റാത്തീബന്റെ ഹഖീഖത്ത് എന്താ? ആഖിറത്തിലേക്കുള്ള റൂട്ടാണല്ലോ. فأهل هذه الطريقة يحرص الناس على الاستتار والخمول والفرار عن الناس. അപ്പോൾ ഈ ത്വരീഖത്തിന്റെ അഖിലുകാര് ആളുകള് ജനങ്ങളിൽ വെച്ച് ഏറ്റവും അലച്ചയുള്ളവരും ആഗ്രഹമുള്ളവരുമാണ്. എന്തിന്റെ മേൽ? ജനങ്ങളെ തൊട്ട് മറഞ്ഞു നിൽക്കുക, ഒഴിവായി നിൽക്കുക, ജനങ്ങളെ തൊട്ട് ഓടിപ്പോവുക. ഇതാണ് അവർക്ക് ആഗ്രഹം. ഇവരെ കൂടെ കൂടാൻ കഴിയില്ല. ഖുസൂസൻ ഇൻദ ഫസാദി സമാൻ. കാലം ഫസാദാകുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇവിടെ ദീനുമായി മിറുകെ പിടിക്കാൻ, സത്യവുമായി മിറുകെ പിടി ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് ഓടി ഒളിഞ്ഞു പോയി ജീവിക്കും. വൈലാ മിസ്ലി ഹാദിഹി ത്വായിഫത്തി അൽ ഇശാറത്തു ബിമിസ്ലി ഖൗലിഹി അലൈഹിസ്സലാത്തു വസ്സലാം. ഇത്തരം വിഭാഗത്തിലേക്കാണ് പൊന്നാരപ്പൂവായ നബിയുടെ മൊഴി പോലോത്തത് കൊണ്ടുള്ള സൂചന. എന്താ റസൂലുള്ള പറഞ്ഞ മൊഴി? കം മിൻ അശ്അസഅബറ ദിത്തിംറൈനി ലാ യൂബഹു ലഹു ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു എന്ന്. മിൻഹുമുൽ ബറാഉ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. കണ്ടോ, ഹബീബാനബി തങ്ങൾ പറയുന്നു, മുടിച്ചടക്കുത്തിയവർ, പൊടി പുരണ്ടവർ, രണ്ട് നുരുമ്പിയ വസ്ത്രമുള്ളവർ, വാറൊന്നും അവർക്ക് ഇല്ല. ജനങ്ങൾക്കിടയിൽ കണ്ടാൽ അവർ മോശക്കാരാണ്. എണ്ണീ തേക്കൂല, ചളിയും പൊടിയും പുരണ്ട് നടക്കുകയാണ് അവർ. ഇവർ എത്ര എത്ര ആളുകളുണ്ട് അങ്ങനെ. അവർ മോശക്കാരാണോ? അല്ല. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. അള്ളാഹുവിനോട് അവർ സത്യം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു തആല അവർക്ക് ഗുണം ചെയ്തു കൊടുക്കും. ചോദിച്ചത് അള്ളാഹു തആല അവർക്ക് കൊടുക്കും. ഇത്തരം കഴിവുള്ള മഹാരഥന്മാരായ ആളുകളാണ്. അവർക്ക് ദുന്യാവുമായി ബന്ധമില്ല, ജനങ്ങളുമായി ശ്രദ്ധയില്ല, ദുന്യാവിന്റെ സുഖം അവരിലൊക്കെ വെടിഞ്ഞുപോയി അള്ളാഹുവിലേക്ക് അടുത്തവരാണിവർ. അതുകൊണ്ട് അവരുടെ ശരീരത്തിന്റെ കാര്യമോ വസ്ത്രത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ മുടിയുടെയോ മറ്റുള്ള കാര്യം ശ്രദ്ധിക്കാൻ അവർക്ക് ടൈമില്ല. അത് മുഴുവനും അള്ളാഹുവിലേക്ക് ചെലവഴിച്ച് വിട്ടോ ചിന്ത. ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഈ ജനങ്ങളുമായി ഇടപഴകാതെ ഈ നാടുമായി സഞ്ചരിച്ച് പോവുകയാണ് അവർ ഒറ്റപ്പെട്ടുകൊണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അൽ ബറാബിന് മാലിക് റളിയല്ലാഹു അൻഹു എന്ന് അവിടുത്തെ തിരുമൊഴി പറയുകയുണ്ടായി. ഈ തിരുമൊഴിയുടെ സൂചന നമ്മൾ നേരത്തെ പറഞ്ഞ മറഞ്ഞ് ഒളിഞ്ഞ് ജനങ്ങളെയും തൊട്ട് ഒഴിവായി കാലം നാശമാകുന്ന സമയത്ത് പ്രത്യേകിച്ചും ഏകാന്ത ജീവിതം നയിച്ചോടി നടക്കുകയാണ് അവർ അള്ളാഹുവിലേക്ക് എന്നതാ.
വഖാല അലൈഹിസ്സലാത്തു വസ്സലാം, ഹബീബായ നബി തങ്ങൾ വീണ്ടും പറഞ്ഞല്ലോ എന്ത്? ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൽ ഗനിയ്യൽ ഖഫിയ്യ. ഈ അടിമയാണ് അല്ലാഹു തആലാക്ക് ഇഷ്ടം. ഏതാണ് ആ അടിമ? അല്ലാഹ് പറഞ്ഞ അടിമ. ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു തആല അൽ അബ്ദ, ഒരടിമയെ അല്ലാഹു തആല ഇഷ്ടം വെക്കുന്നുണ്ട്. ഏതാണ് അടിമ? അത്തഖിയ്യ, തഖ്വയുള്ള അടിമയാണ്. അത് ഗനിയ്യ, സ്വന്തം നഫ്സിന് മതിയാകുന്നത്, വേറെ ഒരാളോടും ചോദിക്കാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഗനിയായ അടിമ. അൽ ഖഫിയ്യ, ജനങ്ങളുമായി ബന്ധമില്ലാതെ അവരിൽ നിന്നൊക്കെ അകന്നു പോയി ഒളിഞ്ഞു ജീവിക്കുന്ന ഒരടിമയുണ്ടെങ്കിൽ ആ അടിമയാണ് അല്ലാഹു തആലാക്ക് ഇഷ്ടം എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ സൂചന എന്താ? ജനങ്ങളുമായി അവർ ഇടപഴകുന്നില്ല, പേടിച്ചിട്ട് അവിടെ ദീൻ നാശമാകുമോ, അവർ സത്യം നശിച്ചു പോകുമോ എന്നൊരു പേടി കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തൊഴിഞ്ഞു പോവുകയാണവർ എന്നതാണ് ഈ ഹദീസിലെ സൂചന. ഇങ്ങനെയുള്ള സൂചനകളെല്ലാം നൽകുന്നത് റസൂലുള്ളാഹിന്റെ വഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹക്കിന്റെ അഹിലുകാർ വളരെ കുറവാണ് എന്നും അവർ ജനങ്ങൾക്കിടയിൽ താമസിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് എന്നും കാലം നാശമാകുമ്പോൾ അവിടെ നകന്നു പോവുകയാണെന്നും മനസ്സിലാക്കാം. ഒരിക്കൽ ഒരാൾ മഹാനായ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയ്യുന്നാസി അഫ്ളലു, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാണ് നബിയെ? ഖാല, നബി തങ്ങൾ പറഞ്ഞു, മുഅ്മിനും മുജാഹിദും ബിനഫ്സി വമാലിഹി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം ശരീരം കൊണ്ടും സ്വന്തം സമ്പത്ത് കൊണ്ടും സമരം ചെയ്യുന്നവനായ സത്യവിശ്വാസി എന്ന. ഖാല, വീണ്ടും അയാൾ ചോദിക്കുകയാണ്, സുമ്മമൻ, പിന്നെ ആരാണ് നബിയെ? ഖാല, ഹബീബായ നബി തങ്ങൾ പറയുന്നു, റജുലുൻ മുഅ്തസിലുൻ ഫീ ശിഅബിൻ മിനശ് ശിആബ് യഅ്ബുദുല്ലാഹ വയദഉൻ നാസ മിൻ ശർരിഹി എന്ന. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത്? മലം ചെരുവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ജനങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് ഒറ്റപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യൻ, അയാൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. അയാളെ നാശം ഒരാൾക്കും വരുത്താതെ എല്ലാതും ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിനെ ഏകാന്തനായി ജീവിച്ചുകൊണ്ട് മലം ചെരുവിലൂടെ സഞ്ചരിക്കുന്ന, ജനങ്ങളുമായി ഇടപഴകാതെ ജീവിക്കുന്ന, അവരുമായി ബന്ധമില്ലാത്ത ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾ എന്ന് ഹബീബായ നബി തങ്ങൾ കൊടുത്ത മറുപടി. അപ്പൊ എന്തായി ഇത് മനസ്സിലാക്കാൻ? തീരെ ജനങ്ങളോട് ബന്ധപ്പെടൂല എന്നല്ല ഈ പറഞ്ഞത്. അങ്ങനെ ബന്ധപ്പെടാൻ പറ്റുന്ന നല്ല ജനങ്ങളില്ല, കാലം ഫസാദായി വരും. അപ്പോൾ ദീൻ സംരക്ഷണത്തിന് വേണ്ടി അവർ പോവുകയാണ്. ഈ ജനങ്ങളെ കൂടെ കൂടിയാൽ അപകടമാണ്. ഈ അപകടത്തിൽ നിന്ന് ഒഴിവാകുവാൻ വേണ്ടി അവർ പോവുകയാണ്. തീർന്നിട്ടില്ല. വീണ്ടും അതാ ഹബീബായ നബി തങ്ങൾ പറയുന്നു, യൂഷിക്കു അൻ യകൂന ഖൈറു മാലിർ റജുലി വനമ യത്ബഉ ബിഹാ സഖഫൽ ജിബാലി വമവാഖിഅൽ ഖുത്രി യഫിറു ബിദീനിഹി മിനൽ ഫിതൻ എന്ന. ഒരു കാലം ഇവിടെ അടുക്കയാവും. അവസാന കാലാണ് പറയുന്നത്. കാലം ഫസാദായി വരുന്ന കാലുണ്ടല്ലോ. ആ ആഖിർ സമാനിൽ സമ്പത്ത് ഒരാൾക്ക് ഏറ്റവും നല്ലത് ആടായിരിക്കും. എന്താ ആടായിക്കൊണ്ട് ഇരിക്കാൻ കാരണം? ആടുമായി അയാൾ മലയുടെ നിഗന്ധങ്ങളിലൂടെ, മലനിരകളിലൂടെ മേഞ്ഞു നടക്കും. മവാഖിഅൽ ഖുത്രി, മഴകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ, അവ കാട്ടിലൂടെ സഞ്ചരിച്ച് മലയുടെ മുകളിലൂടെ കയറി ആടും മേച്ച് അയാൾ നടക്കും. ആട് മേക്കാരൻ നടക്കല്ല അയാൾ. അയാളെ പണി എന്താ? യഫിറു ബിദീനിഹി മിനൽ ഫിതനി, നാട്ടിലുള്ള ഫിത്നകൾ കാരണം അദ്ദേഹത്തിന്റെ ദീനും കൊണ്ട് അയാൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇനി നാട്ടിൽ നിൽക്കാൻ പറ്റുകയില്ല. ഇയാൾ സത്യക്കാരനാണ്. ഈ സത്യവുമായി ഇവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഒഴിഞ്ഞു പോയി മലനിരകളിലൂടെയും കാട്ടിലൂടെയും കൂട്ടുകാരാകാൻ പറ്റുന്ന ആടുകളെയും കൊണ്ട് ശല്യമില്ലാത്ത ജീവിയുള്ള ആട്, അതുമായി ബന്ധപ്പെട്ട് ഇബാദത്തുമായി അയാൾ കഴിഞ്ഞുകൂടും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇവിടെ സംജാതമാകും എന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ ഈ ഹദീസുകളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്കെന്ത് മനസ്സിലായി? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹക്കിന്റെ അഹിലുകാർ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ആ ഹക്കും കൊണ്ട് ദീനും കൊണ്ട് അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നൊരു നിലപാട് വരുമ്പോൾ അങ്ങനെ പോകും. അതുകൊണ്ടാണ് ഭൂമിയിൽ അവർ കുറവായെന്ന് പറയുന്നത്. തീരെ ഇല്ല എന്നല്ല. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി തങ്ങൾ പറഞ്ഞു, അൽ യസീറു മിനർ റിയാഇ ശിർക്ക്, ലോകമാന്യത എന്നത് നമ്മൾ വിശദീകരിച്ചു പോന്നതാണ്.
അതിലേറ്റവും ചുരുങ്ങിയതുണ്ടായാൽ ശിർക്കല്ലേ? അതെന്തിനാ ഇവിടെ പറഞ്ഞത് ചോദിച്ചാൽ, ഇന്ന് ലോകമാന്യത്തിന്റെ ലോകമാണ്, ലോകമാന്യമാണ് എല്ലാം നടക്കുന്നത്. ആ സമയത്ത് അതിനെയും തൊട്ട് രക്ഷപ്പെടുവാൻ, ആ ശിർക്ക് വരാതിരിക്കുവാൻ വേണ്ടി, ആരാരും കാണാതിരിക്കുവാൻ വേണ്ടി ഒഴിഞ്ഞു പോവുക എന്നൊരു സൂചന. വീണ്ടും അതാ ഹബീബായ നബി തങ്ങൾ പറയുന്നു, അള്ളാന്റെ ഔലിയാക്കളാണ് ഇവർ. ഇത്തരം ഔലിയാക്കളോട് ആരെങ്കിലും മത്സരിച്ചാൽ മൻ അപകടമാണ്. മൻ ആദ ഔലിയ അല്ലാഹ്, അള്ളാഹുവിന്റെ ഔലിയാക്കളോട്, അള്ളാഹുവിന്റെ ദാസന്മാരായ ഔലിയാക്കളോട് ആരെങ്കിലും മത്സരിച്ചാൽ ഫഖദ് ബാറസല്ലാഹു ബിൽ മുഹാറബത്തി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് യുദ്ധം ചെയ്യൽ കൊണ്ട് വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വേണ്ടതുപോലെ പരീക്ഷിച്ചടങ്ങാറാക്കും. അള്ളാഹുവിന് ഇഷ്ടക്കാര ഔലിയാക്കളോട് ആരും മത്സരിക്കാൻ പാടില്ല. ഈ നിലപാടിലൂടെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ജീവിതമെങ്കിൽ അവരെ സ്നേഹിക്കുവാനുള്ള മാർഗമാണ് നോക്കേണ്ടത്. കളിയാക്കുവാനോ അവരെ എതിർക്കുവാനോ പാടില്ല എന്നുള്ള സൂചനയാണ് ഈ ഹദീസിലൂടെ ഗൗരവമായ വിധങ്ങൾ പഠിപ്പിക്കുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്രിയ അല്ലത്ഖിയ അല്ലദീന ഇദാ ഗാബു ലം യുഫ്ഖദു വഇൻ ഹദറു ലം യുറഫു ഖുലൂബുഹും മസാബിഹുദ് ദുജാ യഖ്റുജൂന മിൻ കുല്ലി ഖബ്റാഅ മുസ്ലിമാ. മഹാനായ നബി തങ്ങൾ ഹദീസിന്റെ ബാക്കിയുടെ പറയുകയാണ്, നിശ്ചയം അല്ലാഹു തആല അബ്രിയ അല്ലത്ഖിയ ഇവരെയൊക്കെ അല്ലാഹു തആലക്ക് ഇഷ്ടമാണ്. ആരാബിരിയ, ലോകവാന്യതയെ തൊട്ട് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ ദോഷങ്ങളെ തൊട്ടും ഒഴിവായവർ, അള്ളാഹുവിലേക്ക് അടുത്ത ഗുണവാന്മാർ. അല്ലത്ഖിയ, അതുപോലെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾ അല്ലാഹുവിനെ മാത്രം. അല്ലദീന, ഈ അബ്രിയാവും അത്ഖിയാവുമാവുന്ന വിഭാഗന്മാരാണ്. ഈ മുഖാബൂലം യുഫ്ഖദു, ഇവർ ഒഴിഞ്ഞു പോയാൽ അവരെ ഇല്ലാതെയാക്കപ്പെടുകയില്ല, ഇവിടെ ഉണ്ട്. വൈൻ ഹളറു ലം യുറഫു, അവർ നാട്ടിലൂടെ വന്നാലോ ആരും അവരെ കുറിച്ചറിയുകയുമില്ല. ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ, മസാബിഹുദ്ദുജാ, ഇരുൾ മുറ്റിയതായിരിക്കുന്ന രാത്രിയുള്ളതായിരിക്കുന്ന വൺപ്രഭ നൽകുന്ന ലൈറ്റ് പോലെയാണ്. യഖ്റുജൂന മിൻ കുല്ലി ഖബ്റാഅ മുസ്ലിമാ, ഇരുട്ടുള്ളതായ എല്ലാ കീടങ്ങളെ തൊട്ടും അവർ പുറത്തു പോകും. അങ്ങനെ പുറത്തു പോകുന്ന അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കുറുമ്പ് പോലുമില്ല, ഒരശണ്ട പോലുമില്ല, തെളിഞ്ഞ മനസ്സാണ്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകളാണ് അവർ. അത്തരം ആളുകളെയാണ് അല്ലാഹു തആലക്ക് ഇഷ്ടം എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഹക്കിന്റെ അയലുകാർ. ഇല്ല, വീണ്ടും അവിടെ സ്ഥാനം വേണ്ടി പറയുന്നു. വഖാല അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഗ്ബത്തുൻ നാസി ഇൻദി റജുലുൻ ഖഫീഫുൽ ഹാദി ذو حظ من صلاة وكان رزقه كفافا وصبر عليه وأحسن عبادة ربه وكان غامضا في الناس عجلت منيته وقل نوائه وقلت بواكيه. ഹബീബായ നബി തങ്ങൾ പറയുന്നു, എന്റെ അടുക്കൽ ഏറ്റവും നല്ല ഭാഗ്യവാന്മാരുള്ള പുരുഷന്മാരാരാ, ആണുങ്ങൾ ആരാന്നറിയാമോ? റജുലുൻ, ഒരാളാണ്, ഖഫീഫുൻ, അയാളെ തടിയാകെ മെലിഞ്ഞു, ശരീരത്തെക്കുറിച്ച് ശ്രദ്ധ അയാൾക്കില്ല. അൽ ഹാദി, നല്ല ബുദ്ധിമാൻ. ദു ഹള്ളിൻ മിൻ സ്വലാത്ത്, അർദ്ധരാത്രി നിന്നുകൊണ്ട് ധാരാളം നിസ്കരിക്കുന്ന ആൾ. അദ്ദേഹത്തിനുള്ള ഭക്ഷണം അദ്ദേഹത്തിന് കിട്ടുന്നത് മതി, അതിന്റെ മേൽ ക്ഷമിക്കുന്ന മനുഷ്യൻ. അല്ലാഹു തആലക്കുള്ള ഇബാദത്തുമായി നന്നാക്കി ഇബാദത്ത് ഇഖ്ലാസോടുകൂടെ ചെയ്യുന്ന മനുഷ്യൻ, ജനങ്ങളിലൂടെ അറിയാതെ ജീവിക്കുന്ന മനുഷ്യൻ. ആർക്കും അദ്ദേഹത്തെ കുറിച്ച് അറിയൂല, ജനങ്ങളിൽ അയാളുണ്ട്. അദ്ദേഹത്തിന്റെ മരണത്തെ അല്ലാഹു വേഗത്തിലാക്കി. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ദുഃഖിക്കുവാനോ കരയുവാനോ ആളുകൾ വളരെ കുറവാണ്. ഇങ്ങനെ ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത, ആരാർക്കും അറിയാൻ കഴിയാത്ത അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ബുദ്ധിമാന്മാരുള്ള ആളുകളുണ്ട്. അവരാണ് എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടമുള്ളവരും ഏറ്റവും നല്ല ഭാഗ്യവാന്മാർ എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുന്നു. അതാണ് മഹാന്മാർ. ഈ മഹാന്മാർ റൂട്ടുകൾ ആണ് ഈ നമ്മൾ വിവരിക്കുന്നത്. ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് കാര്യമുണ്ട്. ഇത്തരം റൂട്ട് നേടിയിട്ട് അതിനെക്കുറിച്ചുള്ള അറിവുമായിട്ട് വേണം നമുക്കൊക്കെ അതിനോടനുബന്ധിച്ച് പിന്നെ ദിക്റും സദസ്സൊക്കെ ഉണ്ടാക്കാനാണ് ഈ പഠിപ്പിക്കുന്നത്. അല്ലാതെ ദിക്റ് വേഗം പറയാം, അതിന്റെ മഹത്വം വേഗം പറയാം, ദിക്റിന്റെ സദസ്സും അതിന്റെ മഹത്വമേ ഉണ്ടാക്കാം, അതുകൊണ്ട് കാര്യമില്ലല്ലോ. അത് ഫലവത്തായി വരണമെങ്കിൽ ഇതൊക്കെ നമ്മൾ അറിയണം, മനസ്സിലാക്കണം എന്നതാണ്. എങ്കിൽ ഈ ഹദീസിനെ പറഞ്ഞിട്ട് ഈ ഹദീസിന്റെ അർത്ഥത്തിൽ
ഒരു 4 വരി പാട്ട് മഹാൻ പാടുന്നു, പണ്ഡിതന്മാർ പാടിയിട്ടുണ്ടെന്ന്. അഹസ്സുന്നാസ് ബിൽ ഈമാനി അബ്ദുൻ ഖഫീഫുൽ ഹാദി മസ്കനഹുൽ ഖിഫാറു ലഹു ബിൽ ലൈലി ഹള്ളം മിൻ സ്വലാത്തി വമിൻ സൗമിൻ ഇദാ ത്വലഅൻ നഹാറു وفيه عفة وبه خمول إليه بالأصابع لا يشار وقل الباكيات عليه لما قضى نحبا وكان له يسار. എന്താ പറഞ്ഞതറിയോ? ജനങ്ങളിൽ ഏറ്റവും പ്രത്യേകമായ ആളുകൾ, ഈമാൻ കൊണ്ട് പ്രത്യേകമായ ആൾ ആരാ? ഒരടിമയാ. ആ അടിമ പറ്റെ മെലിഞ്ഞിട്ടുണ്ട്, ശരീരവുമായി ബന്ധമില്ല, ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അയാളെ മനസ്സ് മുഴുവനും അള്ളയിലാണ്. അൽഹാദ് ബുദ്ധിമാനായ അദ്ദേഹത്തിന്റെ താമസം എവിടെയാ? നല്ല സുന്ദരമായിരിക്കുന്ന കോട്ട കൊത്തളങ്ങളിലോ വാർപ്പിന്റെ വീടുകളിലോ AC റൂമുകളിലോ പട്ടുമത്തയിലൊന്നിലുമല്ല. പിന്നെ എവിടെയാ? വഴിഞ്ഞ മരുഭൂമിയിലാണ് അദ്ദേഹത്തിന്റെ താമസം. ലഹു ബില്ലൈലി ഹള്ളം മിൻ സ്വലാത്തി വമിൻ സൗമിൻ ഇദാ ത്വലഅൻ നഹാറു. അദ്ദേഹം രാത്രിയിൽ ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം, പകലായ നോമ്പിലുമാണ് അദ്ദേഹം. وفيه عفة وبه خمول إليه بالأصابع لا يشار. അദ്ദേഹത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച് സാലിഹായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആരോടൊന്നും ചോദിക്കാൻ പോവുകയില്ല. ജനങ്ങളുമായി അദ്ദേഹം എന്താണെന്നറിയാമോ? അകന്നു ജീവിക്കുകയാണ്, ഒളിവിലാണ്. വിരലുകളൊന്നും അദ്ദേഹത്തിലേക്ക് ചൂണ്ടപ്പെടുകയില്ല, ചൂണ്ടാൻ പറ്റൂല, ആർക്കും അറിയില്ലല്ലോ. അതാ വലിയ മഹാൻ, ഇതാ വരുന്നൊന്നും പറയാൻ കഴിയൂല. അങ്ങനെ ആരാരും തിരിയാത്ത രൂപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാൾ. കരയാൻ ആളില്ല, അദ്ദേഹം മരിച്ചു, കരയാൻ ആരുമില്ല. അറിയണ്ടേ? അദ്ദേഹത്തിന് അല്ല പ്രവൃത്തി, നല്ല മനക്കരുത്തും തന്നോടുമുള്ള ആളാണ് അദ്ദേഹം. ഇങ്ങനെ ഹദീസിനെ അർത്ഥവത്താക്കിക്കൊണ്ട് വെയ്ത്ത് ചൊല്ലിത്തന്നതാണിത്. ഇങ്ങനെയുള്ള മഹാരഥന്മാരാണ് അവരൊക്കെ. അവർ ജീവിച്ചുപോയ വഴികളും റൂട്ടുകളും നമ്മൾ മനസ്സിലാക്കി ജീവിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഭാഗം നാളെ മറ്റന്നാത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിച്ച് 5ാമത്തെ ഫായിദയിലേക്ക് വരാം. ദിക്റിന്റെയും ദിക്റിന്റെ സദസ്സിനെ കുറിച്ചും അതിന്റെ മഹത്വങ്ങളെ കുറിച്ചും വഴികാതെ നമുക്ക് എത്താം കഴിയും. ആരും നിരാശപ്പെടരുത്. അതിന് മുമ്പ് അറിയേണ്ട ഈ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിക്കണം. എന്നെങ്കിൽ മാത്രമേ ആ ദിക്റ് കൊണ്ടും ആ സദസ്സുകൊണ്ടും മഹത്വമുള്ളൂ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഷർഹ് റാത്തിബുൽ ഹദ്ദാദിന്റെ മുസന്നിഫ് ഈ വിവരിച്ചു തരുന്നതിന്റെ നേട്ടവും ഒക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് ചെയ്യണം. അതാണ് ഈ നേട്ടം, ഇതറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതറിഞ്ഞ് ജീവിച്ചുകൊണ്ട് നല്ലതാക്കിരായി ജീവിക്കുവാനും തഖ്വയോടുകൂടെ ജീവിക്കുവാനും ഈ മഹാരഥന്മാരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മയും നമ്മുടെ ഗുരുവര്യന്മാരും മശായിഖന്മാരും അവരെല്ലാവരെയും ബർക്കത്തുകൊണ്ട് ഇരു ലോകത്തും അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിരൂപണങ്ങളോ വീക്ഷണങ്ങളോ അഭിപ്രായങ്ങളോ പ്രതികരണങ്ങളോ വിടുന്നത് നന്നായിരിക്കും. എനിക്കും നന്നാവുള്ളൊരു മാർഗമാണ്, ചിന്തിക്കുവാനുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ചിന്തിപ്പിക്കണമെന്നും ഈ സാധുവിനെ ഉണർത്തിത്തരണമെന്നും തെറ്റുകളെല്ലാം തിരുത്തിത്തരണമെന്നും ഇതിലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ സാദാത്യങ്ങൾ എല്ലാവരോടും ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.